കണ്ടിട്ടുള്ള പ്രേക്ഷകർക്ക് ഈ ഒബിസി രാഷ്ട്രീയം ദളിത് രാഷ്ട്രീയമൊക്കെ എങ്ങനെയാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് എന്നതും എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് ഒബിസി രാഷ്ട്രീയത്തെ ഉയർത്തിക്കാണിക്കുന്നത് ഒപ്പം ജാതി സെൻസസ് വേണമെന്ന് ആവശ്യപ്പെടുന്നത് എന്നതെല്ലാം നമ്മൾ ഡീറ്റെയിൽസായി ഡേറ്റ സഹിതം പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. അവിടെ ഇത്തരത്തിലൊരു ഒബിസി രാഷ്ട്രീയവും അല്ലെങ്കിൽ ജാതി സെൻസസ് എന്ന ആവശ്യവും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുമ്പോൾ കൃത്യമായൊരു മറുപടി BJP നൽകുകയാണ്. നിങ്ങളിൽ ഈ പ്രതിപക്ഷ പാർട്ടികളിൽ എത്ര പേർ അധികാരത്തിലേറിയപ്പോൾ ഒരു ദളിതനെ മുഖ്യമന്ത്രിയാക്കിയിട്ടുണ്ട്, ഒരു പിന്നോക്ക വിഭാഗക്കാരനെ മുഖ്യമന്ത്രിയാക്കിയിട്ടുണ്ട്, എത്ര OBC അംഗങ്ങൾക്ക് നിങ്ങൾ മുഖ്യമന്ത്രി പദം നൽകിയിട്ടുണ്ട് എന്ന ചോദ്യം ചോദിക്കുകയും ഇതാ ഞങ്ങൾ ഇവരെയൊക്കെ മുഖ്യമന്ത്രിമാരാക്കി, ഏത് വിഭാഗത്തിൽ നിന്നാണ് ഞങ്ങൾക്കൊരു മുഖ്യമന്ത്രി ഇല്ലാത്തത് എന്നത് പറയും. വനിതകളെ അടക്കം ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയാക്കിയിട്ടുള്ളത് BJP ആണ് എന്ന് സാങ്കേതികമായി അവർക്ക് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു അവസരം. അത് മാത്രമല്ല, ഇതിൽ വേറൊരു കാര്യം, BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയാവുന്ന ഒരു കാര്യം, ഇതിൽ തർക്കമുണ്ടാകും നേതൃത്വത്തെ ചൊല്ലി എന്നത് വളരെ ഒരു സുവ്യക്തമായ കാര്യമായിരുന്നു. കാരണം ഈ ഇന്ത്യ മുന്നണി യോഗം ചേരാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ബീഹാറിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. അഗർ സച്ച് മേ ജീത് ചാഹിയേ തോ ഫിർ ഏക് നിശ്ചയ് ഓർ ഏക് നിതീഷ് ചാഹിയേ എന്ന, അതായത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിക്ക് ജയിക്കണമെങ്കിൽ ദൃഢനിശ്ചയം വേണം, പിന്നെ നിതീഷ് കുമാറും വേണം എന്നാണ്. അപ്പം നിതീഷ് കുമാറിനെ നേതാവാക്കണം എന്ന തരത്തിലുള്ള ഒരു നിലപാട് അവിടെ നിന്ന് ഉയർന്നു. മമതാ ബാനർജി അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് എത്തിയതാണ് എന്ന് നമുക്കിപ്പോൾ അനുമാനിക്കാൻ. കാരണം ഇന്ത്യ മുന്നണിക്കകത്ത് നടക്കുന്ന തീരുമാനങ്ങളാണ്, അത് ആഭ്യന്തരമായി നടക്കുന്ന ചർച്ചകളാണ്. പക്ഷേ എങ്ങനെയാണ് ഇത് സ്ഥിരീകരിക്കുന്നത്? ഈ ഘട്ടത്തിൽ ഇലക്ഷൻ ചാനൽ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് മല്ലികാർജുൻ ഖാർഗെയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടു എന്ന വാർത്തയാണ്. ആ വാർത്ത എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത് എന്ന് ചോദിച്ചാൽ അത് സ്ഥിരീകരിക്കുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ വൈക്കോ തന്നെയാണ്. ആ പ്രതികരണം നമുക്ക് കേൾക്കാം. That she suggested. क्या सजेस्ट किया ममता जी ने, आप एक बार बता दीजिए एक लाइन में. खड़गे should be the PM. खड़गे should be for the PM or the convener face. PM face. Okay sir, thank you sir, thank you. റൈറ്റ്. എന്തായാലും വൈക്കോ വളരെ കൃത്യമായി പറയുന്നുണ്ട് PM ഫേസ്, അതായത് പ്രധാനമന്ത്രി എന്ന നിലയിൽ തന്നെ ഖാർഗെയെ ഉയർത്തി കാണിക്കുമെന്നുള്ളത്. എന്തായാലും മനു, നമുക്ക് അതിന് വരാം. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട നേതാവായ സീതാറാം യെച്ചൂരി ഈ വിഷയത്തോടെ എങ്ങനെയാണ് പ്രതികരിച്ചത്? വൈക്കോ പറഞ്ഞതുപോലെ അദ്ദേഹം പറയുന്നില്ല. എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്നത് പ്രേക്ഷകർക്ക് കേട്ടാൽ മനസ്സിലാകും. यार ये कौन प्रपोज किया? ममता जी ने. जानकारी आ रही है ममता जी ने. आपसे जानकारी आ रही है सर. हाँ सर, ममता जी ने जी को चेहरा यार जो थे वहाँ पे मीटिंग में उनको पता नहीं, आपको पता है तो आप ही जवाब दीजिए. റൈറ്റ്. എന്തായാലും ഇതൊക്കെ ആരാണ്, നിങ്ങളാണോ തീരുമാനിച്ചത് പറഞ്ഞത് എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അത് അങ്ങനെ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിയും. കാരണം സ്വാഭാവികമായി ഇടതു കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് CPM-ന്റെ ഒരു നിലപാട്, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ആദ്യം തന്നെ പ്രഖ്യാപിച്ചാൽ അത് ഏറ്റവും അധികം അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത് CPM-നായി. അതെ, കാരണം കോൺഗ്രസ് ഇതരമായ ഒരു രാഷ്ട്രീയ സഖ്യം ശക്തിപ്പെടുമെന്ന് തുടരെയാണ് CPM പറയുന്നത്. കോൺഗ്രസ് അല്ല, മറ്റ് പ്രാദേശിക തലത്തിലുള്ള കക്ഷികളെല്ലാം ശക്തിപ്പെടും, അവരിൽ നിന്നൊരു നേതാവ് ഉയർന്നു വരും എന്നൊരു വാദമാണ് കോൺഗ്രസ് വെക്കുന്നത്, CPM വെക്കുന്നത്. അങ്ങനെ വെക്കുന്നതിൻ്റെ ഒരു കാരണം, ഈ തെരഞ്ഞെടുപ്പിൽ അവർ പലയിടത്തും കോൺഗ്രസിനെ നേരിടേണ്ടി വരും. പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവർ പ്രതീക്ഷ വയ്ക്കുന്നതും ജയസാധ്യതയുള്ളതുമായ മണ്ഡലങ്ങൾ കേരളത്തിലാണുള്ളത്. അപ്പോൾ കോൺഗ്രസിന് മല്ലികാർജുൻ ഖാർഗെയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു, അങ്ങനെ ഒരു നീക്കമുണ്ട്, എല്ലാവരും അതിന് ഒപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ CPM-ന് നേരിടാനാകില്ല. അപ്പം അവിടെ പ്രഖ്യാപിച്ചു എന്ന് നമുക്ക് അവിടുന്ന് നമ്മുടെ മാധ്യമപ്രവർത്തകർ, News 18 മാധ്യമപ്രവർത്തകർ അവിടുന്ന് സ്ഥിരീകരിക്കുന്നു. പ്രഖ്യാപിക്കുന്ന സെൻസ് തീരുമാനിച്ചു, അത് ആരും എതിർത്തില്ല. മമതാ ബാനർജി അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു, അത് എല്ലാവരും
അത് ഏറെക്കുറെ ശരിയാണ്. കോൺഗ്രസിൻ്റെ ഒരു നേതാവ് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകണം എന്നൊരു നിലപാട്, അത് മല്ലികാർജ്ജുൻ ഖാർഗെ ആകണം എന്ന ആവശ്യം. കാരണം അദ്ദേഹം ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. ആർക്കും പെട്ടെന്ന് ചാടിക്കയറി എതിർക്കാനൊന്നും പറ്റില്ല. അങ്ങനെ എതിർത്താൽ അത് തെരഞ്ഞെടുപ്പിന്റെ മറ്റു അതിലൊട്ടേറെ കാര്യമുണ്ട്. അതായത് ഈ സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ എന്നൊക്കെയുള്ള തരത്തിലുള്ള, അതായത് ഹിന്ദി ഹൃദയ ഭൂമിയിൽ നിന്നാണ് എപ്പോഴും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉണ്ടാകുന്നത്, പ്രധാനമന്ത്രിമാരുണ്ടാകുന്നത് എന്നൊക്കെയുള്ള ആക്ഷേപമുണ്ട്. മാത്രമല്ല അദ്ദേഹം ഒരു പിന്നോക്ക വിഭാഗക്കാരൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ദളിത് നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ എതിർക്കാൻ പോയാൽ അതും വലിയൊരു രാഷ്ട്രീയ, എല്ലാ അർത്ഥത്തിലും ഖാർഗെയെ പ്രതിഷ്ഠിച്ചാൽ പിന്നെ എതിർക്കാൻ പറ്റില്ല. അതിപ്പോൾ നരസിംഹറാവുവോ അങ്ങനെയൊക്കെയുള്ള വ്യക്തികളാണല്ലോ, ദേവഗൌഡയെ പോലെയൊക്കെയുള്ള ആളുകളാണ് ഇവിടെ നിന്ന് നമ്മുടെയൊക്കെ അയൽ സംസ്ഥാനത്ത് നിന്നോ അടുത്ത് നിന്നോ ഒക്കെ പ്രധാനമന്ത്രിമാരായിട്ടുള്ളത്. ബാക്കി എല്ലാവരും തന്നെ ഈ പറയുന്നത് പോലെയാണ്. ഇതെല്ലാത്തിനും മറുപടിയാണ് ഖാർഗെ. മാത്രമല്ല ചില നേതാക്കളെ ഒതുക്കാനും പറ്റും. അവിടെയാണ് CPM വെട്ടിലായത്. മല്ലികാർജ്ജുൻ അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ആദ്യം തന്നെ പ്രഖ്യാപിച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് CPM-ന് കേരളത്തിൽ വലിയ പ്രതിസന്ധിയാണ്. കാരണം ഇന്ത്യ മുന്നണി എന്ന നിലയിലാണ് പോകുന്നത്. അവിടെ ഒരു ഇന്ത്യ മുന്നണിയുടെ സീറ്റ് ഷെയറിംഗ് വലിയ വിഷയമായി ചർച്ച ചെയ്യുന്നത്. തുടക്കത്തിൽ തന്നെ ഇപ്പോൾ അവർ മനസ്സിലാക്കിയിട്ടുള്ളതും പറയുന്നതും ഈ യോഗത്തിനകത്ത് ചർച്ച ചെയ്തതും ഒക്കെ ഒരു പ്രധാന കാര്യം എന്താണ്, കൃത്യമായ സീറ്റ് ഷെയറിംഗ് നടന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അപ്പോൾ സീറ്റ് ഷെയറിങ്ങിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാക്കണം. അതിന് നമ്മുടെ കോൺഗ്രസ് ഈ ഇന്ത്യ മുന്നണിയിലെ മറ്റ് സഖ്യകക്ഷികളുമായി ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് മോഹൻ പ്രകാശ് കൺവീനറായി ഒരു സമിതി ഉണ്ടാക്കി. അതിൽ അശോക് ഗെഹ്ലോട്ടിനെയും ഭൂപേഷ് ബഘേലിനെയും കൂടി ഉൾപ്പെടുത്തി. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അതിൻ്റെ പ്രയാസം മനസ്സിലാവും. തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഷെയറിംഗ് കൃത്യമായി നടന്നില്ലെങ്കിൽ എന്തുകൊണ്ട് തോറ്റുപോകും എന്നറിയാവുന്ന ഏറ്റവും രണ്ട് പ്രധാനപ്പെട്ട ആളുകളാണ് അശോക് ഗെഹ്ലോട്ടും അതുപോലെ ഭൂപേഷ് ബഘേലും. ഒപ്പം സൽമാൻ ഖുർഷിദും മുകുൽ വാസ്നിക്കും ഉണ്ട്. അപ്പോൾ ഇവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സീറ്റ് ഷെയറിങ്ങിനെ കുറിച്ച് ഒരു ചർച്ച നടക്കുന്നു. ആ സീറ്റ് ഷെയറിംഗ് ഒരു തരത്തിലും പ്രായോഗികമാകാത്തൊരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അതാണ് ഒരു പക്ഷേ അതുകൊണ്ടാകണം എന്തായാലും എനിക്കറിയില്ല എന്ന്. യെച്ചൂരിയുടെ പ്രതികരണം അതാകുമ്പോൾ ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ട പേര് മല്ലികാർജ്ജുൻ ഖാർഗെയുടേതാണ്. പക്ഷെ ഖാർഗെ എന്തായാലും മനു വളരെ ഇരുത്തം വന്ന ഒരു നേതാവിനെ പോലെ തന്നെയാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ അദ്ദേഹം ഇരുത്തം വന്നൊരു നേതാവ്. അതെ അതെ, ആ ഒരു ശേഷി അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നമുക്ക് കാണാനും സാധിച്ചിട്ടുണ്ട്. ആ പ്രതികരണം കൂടി നോക്കാം. सब मिलके प्रोटेस्ट करना और ऑल इंडिया प्रोटेस्ट 22 दिसंबर को ये जितने भी सस्पेंशन हो गए उनके बारे में ये चलेगा. सीट शेयरिंग का भी हम मिल के पहले जिस स्टेट में हमारे लोग हैं पहले वो लोग वहाँ पर एक दूसरे से समझौता करेंगे. अगर कहीं दिक्कत है या कहीं अभी नहीं बन सकता उसके लिए फिर यहाँ पर हमारे जो इंडिया गठबंधन के नेता लोग हैं उसको ഡിസൈഡ് करेंगे. റൈറ്റ്, അതാണ് എന്തായാലും ഈ അലയൻസിന്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് തന്നെ അദ്ദേഹം പറയുന്നു. ഒപ്പം ഡി രാജ, നേരത്തെ നമ്മൾ സീതാറാം യെച്ചൂരിയെ കാണിച്ചു CPI-ന്റെ, ഇനി നമുക്ക് CPI-യുടെ പ്രതികരണം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹവും ഇങ്ങനെയുള്ള, അതായത് പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്ക് സംസാരിക്കാൻ തയ്യാറായില്ല, മറിച്ച് ശക്തമായ മത്സരം കാഴ്ചവെക്കും BJP-ക്കെതിരെ, അതിനുവേണ്ടി തയ്യാറാകുമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ആ വാക്കുകൾ കൂടി പരിശോധിക്കാം. There was a reference to common minimum program. Now it has been decided first to take up the issue of suspension of MPs because it is an onslaught on our democracy. It is an attack on our parliamentary system. So there should be protest across the country. അതാണ് ഈ വിഷയം. പ്രധാനമായും ഇപ്പോൾ മറ്റ് പ്രധാനമന്ത്രി അങ്ങനെയുള്ള കാര്യങ്ങളിന് പകരം ഒരു കോമൺ മിനിമം പ്രോഗ്രാം അതാണ്. അപ്പോൾ ഈ സീതാറാം യെച്ചൂരിയും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വന്നപ്പോഴൊക്കെ നമ്മൾ പല ഘട്ടത്തിലും അദ്ദേഹത്തെ പ്രചരണ വേദിയിലൊക്കെ കാണുകയും ഒറ്റയ്ക്ക് അദ്ദേഹവുമായി ഇന്ററാക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു പോളിസിക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്, ഒരു ലീഡർക്കല്ല. നിങ്ങൾക്കൊരു സുസ്ഥിരമായ ഒരു പോളിസി, ഒരു പൊതു മിനിമം പരിപാടി, ഒരു നയം, ആ നയം ഉണ്ടാകണം. ആ നയമാണ് വേണ്ടത് എന്നാണ് ഒരു ഇടത് രീതി. അല്ലാതെ ഒരു പ്രധാനമന്ത്രിയെ ഉയർത്തി കാണിക്കുക അല്ലെങ്കിൽ ഒരു നേതാവിനെ ഉയർത്തി കാണിക്കുന്നതിന് പകരം ഒരു പൊതു നയം ഉയർത്തി കാണിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന് നേരിടും. അതാണ് ഇപ്പോൾ നമുക്ക് ഡി രാജയുടെ വാക്കുകളിൽ നിന്നും കാണുന്നത്. അദ്ദേഹവും ആവശ്യപ്പെടുന്നത് ആദ്യം ഒരു കോമൺ മിനിമം പ്രോഗ്രാം, എല്ലാവരും ഒന്നിക്കുന്ന എല്ലാവർക്കും സ്വീകാര്യമായ ഒരു നയം രൂപീകരിക്കുക. അതിനോടൊപ്പം ഇപ്പം നടക്കുന്ന BJP സർക്കാരിനെതിരെയുള്ള
ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വരാം. അപ്പോൾ ഇവിടെ തന്നെ ഒരു ചെറിയ വില്ലുള്ളത് നമുക്ക് കാണാൻ കഴിയും. എങ്കിലും അത് എങ്ങനെ അവർക്ക് മാച്ചപ്പ് ചെയ്യാൻ കഴിയും എന്നതാണ് ഇനി 2024 ആകുമ്പോഴേക്കും നമുക്ക് കാത്തിരുന്ന് മനസ്സിലാക്കാം. എന്തായാലും ഈ ചർച്ച പുരോഗമിക്കുമ്പോൾ തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതികരണവും അതോടൊപ്പം തന്നെ JMM നേതാവിന്റെ പ്രതികരണവും ഉണ്ട്. ആ പ്രതികരണത്തിലേക്ക് കൂടി വളരെ പെട്ടെന്ന്. कि सीट शेयरिंग में अब देर नहीं होनी चाहिए. उन्होंने कहा कि स्टेट लेवल पर पहले तय हो, स्टेट के जो पॉलिटिकल लोग हैं वो तय करें और उसके बाद वहाँ पर कोई बाधा आए डिसीजन लेने में तो फिर सेंट्रल में आके उसका कोई समाधान निकाला जाए और कंबाइंड रैली कंबाइंड प्रोग्राम्स चॉकआउट किए जाए एवरी 10 डेज में. ये इस पर जोर दिया गया ताकि लोगों को एक वैक्यूम ना लगे, क्योंकि बीच में काफी दिन तक लोग शांत हो गए थे तो जनता के पास मैसेज नहीं था. हाँ, अच्छा रहा. अभी शुरू होगा, कैंपेन भी शुरू होगा, सीट शेयरिंग भी होगी, सब होगा. कन्वीनर को लेकर सर कोई चुना गया? कन्वीनर को लेकर कोई बात नहीं अभी सर. आप दिल्ली में आप एक बड़े नेता. റൈറ്റ്, എന്തായാലും ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. അപ്പോഴും നേരത്തെ മനു സൂചിപ്പിക്കുന്ന പോലെ ഈ പൊളിറ്റിക്കൽ സയൻസിൽ പല വാചകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകങ്ങളിലൊന്നാണ് ഒരു ജനത എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് ആ ജനതയ്ക്ക് ലഭിക്കുക എന്നുള്ളത്. അങ്ങനെ ജനതയ്ക്ക് വേണ്ടത് എന്താണോ അത് തീരുമാനിക്കാനുള്ള ഒരു സമയമാണ് തെരഞ്ഞെടുപ്പ്. എന്തായാലും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ ശക്തമാകുമ്പോഴാണ് ഒരു രാജ്യം, ജനാധിപത്യ രാജ്യത്തിന് ഏറ്റവും ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം എന്നത് ശക്തമായി നിലകൊള്ളേണ്ടത് ഒരു ആവശ്യകത തന്നെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ പല സ്വഭാവത്തിൽ പല നയങ്ങളിൽ ഒക്കെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് പ്രതിപക്ഷ ഐക്യനിരയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നത്. അവിടെ സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ. പക്ഷേ അതിനിടയിൽ പോലും ചില അഭിപ്രായ ഭിന്നതകളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അത് പക്ഷേ ചിലപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആകാം, ആഭ്യന്തരമായി അവർ ഒറ്റക്കെട്ടാകാം. എന്തായാലും അതെല്ലാം ഇനിയും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അതിന് നമുക്ക് 2024 തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കണം. അതിനിടയിൽ ഇത്തരം ഒട്ടേറെ സംഭവവികാസങ്ങൾ ഇനിയുമുണ്ടാകും. അതുമായി ഇലക്ഷൻ ചാനൽ എത്തും. ഇന്നത്തെ ഇലക്ഷൻ ചാനൽ പൂർണ്ണമാകുന്നു. എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ എസ്എഫ്ഐയുടെ ഭാഗത്തുനിന്ന് വലിയ പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം ഇവിടെയും ഡെന്റൽ കോളേജിലും അത് തുടരുകയാണ്. സ്വാഭാവികമായും ഗവർണർ ഇവിടെ വന്ന് മടങ്ങുന്നതുവരെയും ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം